Assalamualaikum. Welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി ഡിഷായ പത്തിരിക്കൂട്ടാണ്. നിങ്ങളെല്ലാവരും കിഴി പൊറോട്ട ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണിത്. ഇതിന് വേണ്ടിയിട്ടുള്ള ബീഫ് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ ഒരു 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് തീരെ വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കാം. ഈ ബീഫ് വെന്ത് വരുമ്പോഴേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്കിവിടെ റെഡിയാക്കാനുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിലർ ഇതിൽ തേങ്ങാക്കൊത്താണ് ഉപയോഗിക്കാറ്, എന്നാൽ ഞാനിവിടെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ഗ്രാമ്പൂ, 1 ടീസ്പൂണ് ഏലക്ക, ഒരു 3 പീസ് പട്ട, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ, 1 ടീസ്പൂണ് വലിയ ജീരകം, 1 ടീസ്പൂണ് കുരുമുളക്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ചൂടായ ഫ്രൈ പാനിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഈ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളമാണ് ഞാനിവിടെ 1 കിലോ ബീഫിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ ഒന്ന് ചെറുതായി ചൂടായി വന്നതിന് ശേഷം ഈ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചത് കാരണം വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ തേങ്ങ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായി മിക്സാക്കി ചൂടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ട് തോന്നി നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്കുള്ള പത്തിരി നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ടുള്ള പത്തിരി തയ്യാറാക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിലും അതുപോലെ തന്നെ കുറച്ച് കട്ടിയിലും വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇത് ഇലയിലൊക്കെ പൊതിയുമ്പോൾ പൊട്ടി പോവുള്ളൂ. ഞാനിവിടെ പ്രസ്സിലാണ് പത്തിരി പരത്തിയെടുക്കുന്നത്. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ പരത്തിയെടുത്ത ഒരു 3-4 പത്തിരി വെച്ചിട്ട് നമുക്ക് ഈ പത്തിരിക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ പത്തിരിക്കൂട്ടിലേക്കുള്ള പത്തിരിയും അതുപോലെ തന്നെ അടിപൊളി സ്പെഷ്യൽ ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത്തിരിയും ബീഫ് റോസ്റ്റും കൂടെ വാഴയിലയിൽ പൊതിഞ്ഞ് നല്ലൊരു മൺചട്ടിയിൽ പൊള്ളിച്ചെടുക്കാം. ഈ വാഴയില ഞാൻ ആദ്യം ഒന്ന് ചെറുതായി വാട്ടിയെടുത്തിട്ടുണ്ട്.
ഒരു 3-4 ലെയറായിട്ട് നമുക്കിവിടെ പത്തിരിയും ബീഫും ഈ വാഴയിലയിൽ ഇതേപോലെ സെറ്റാക്കി എടുക്കാം. ഇനി ഇത് നന്നായി പൊതിഞ്ഞ് ചൂടായ മൺചട്ടിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ വെറൈറ്റി ഡിഷായ അടിപൊളി പത്തിരിക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ചൂടും നല്ലൊരു സ്മെല്ലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ പത്തിരിയും ബീഫും നല്ല വാഴയിൽ നല്ല ദമ്മായിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഈ പത്തിരിക്കൂട്ടിനുള്ളത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല റെസിപ്പികളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.